ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം കൂടെ നമ്മളിൽ ആഗതമായിരിക്കുന്നു. ഈ ഒരു വർഷവും നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന വിലയേറിയ അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു മനുഷ്യാവതാരം ചെയ്തതിനെ അനുസ്മരിക്കുന്ന പെരുന്നാളാണല്ലോ ക്രിസ്തുമസ്. മനുഷ്യാവതാരം വഴി നിത്യനായ ദൈവം സ്നേഹത്തിൻ്റെ സർവ്വശക്തിയോടും ചൈതന്യത്തോടും കൂടെ മാനവ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. അത് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായിരുന്നു. അതുകൊണ്ടാണ് ക്രൈസ്തവ സഭ ക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തിലുള്ള വിശ്വാസത്തിന് പ്രാധാന്യം നൽകുന്നത്. മാനവ ജീവിതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ പ്രവേശനം മനുഷ്യജനനത്തിൻ്റെ സാധാരണ പ്രക്രിയയിലൂടെ ആയിരിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയായിരിക്കുന്നത് എത്രയോ യുക്തിപൂർവമാണ്. ക്രിസ്തുമസിൻ്റെ ഒരു പ്രത്യേകത അത് വളരെ ലളിതമായ കാര്യങ്ങളാണ്. ചെറിയ കാര്യങ്ങൾ, ലളിതമായ ആരംഭങ്ങൾ, വിനീതരായ വ്യക്തികൾ, ചെറിയ കൂട്ടങ്ങൾ, അവരെയൊന്നും നാം മറക്കരുത് എന്നുള്ളൊരു സത്യമാണ് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ഗ്രാമീണ മരപ്പണിക്കാരൻ്റെ കുടുംബം, കാലിത്തൊഴുത്തിലെ ജനനം, ആട്ടിടയന്മാരുടെ വന്ദനം എന്നിവയെല്ലാം ദൈവിക സ്നേഹവും ചൈതന്യവും മാനവ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള മുഖാന്തരങ്ങളായി തീർന്നു. ആഹ്ലാദപൂർവമായ ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും ആവശ്യത്തിലും നിരാശയിലും കഴിഞ്ഞുകൂടുന്നവർക്ക് വേണ്ടിയുള്ള ക്രിസ്തുനാഥൻ്റെ ആഹ്വാനം നാം അവഗണിക്കരുത്. ഈ ചെറിയവരിൽ ഒരുത്തനെ നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാത്തത് എന്ന് യേശു പറഞ്ഞില്ലയോ? പാവപ്പെട്ടവരെയും അഗതികളെയും ആവശ്യത്തിലിരിക്കുന്നവരെയും ഓർത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിനും സഹായിക്കുന്നതിനുമുള്ള പരിപാടികൾ കൂടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇടയന്മാർക്കാണ് ആ ഒരു വലിയ ദിവ്യ ദർശനം ഉണ്ടായത്. മോശയുടെയും ദാവീദിൻ്റെയും കാലം മുതൽക്ക് തന്നെ ഇടയവംശം ദൈവഭക്തരും നിഷ്കളങ്കരും ആയിരുന്നുവെന്ന് ഇസ്രായേൽ ചരിത്രത്തിൽ നാം കാണുന്നു. ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻപറ്റത്തെ കാവൽ കാത്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ദൈവദൂതൻ അവർക്ക് പ്രത്യക്ഷനായത്. ദൈവം നിയോഗിക്കുന്ന സ്ഥാനങ്ങളിൽ സംതൃപ്തിയോടും വിശ്വസ്തയോടും തങ്ങളുടെ ചുമതലകൾ നിർവഹിക്കുന്നവർക്ക് മാത്രമേ മാലാഖമാരുടെ സാമീപ്യവും ദൈവസാന്നിധ്യത്തെക്കുറിച്ചുള്ള നിശ്ചയവും അനുഭവപ്പെടുകയുള്ളൂ. ഗർവികൾക്കും അലസന്മാർക്കും ദിവ്യദർശനങ്ങൾ ഉണ്ടാകുകയില്ല. ഇന്നത്തെ കാലത്തെ ക്രിസ്തുമസ് ആചാരങ്ങൾക്ക് ഭക്തിനിർഭരമായ ആരാധന, മാധുര്യമേറിയ ഗാനാലാപം, വർണ്ണശബളമായ അലങ്കാരങ്ങൾ, ഉദാരമായ സമ്മാനദാനം, വിഭവസമൃദ്ധമായ വിരുന്നുകൾ, ഹൃദ്യമായ ആശംസകൾ എന്നിങ്ങനെയുള്ള ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടയിൽ ക്രിസ്തുവിനെയും അവൻ നമുക്ക് കാണിച്ചു തന്ന വലിയ ദൈവസ്നേഹത്തെയും നമ്മൾ മറന്നുപോകുന്നു. യേശു ആ വഴിയമ്പലത്തിൽ ഉണ്ടായിരുന്നില്ല. അവൻ ആ കാലിത്തൊഴുത്തിലെ പുൽത്തൊട്ടിയിലായിരുന്നു. ഇന്ന് യേശുവിനെ അവിടെ തന്നെ ഒതുക്കി നിർത്തുവാനാണ് നാം ശ്രമിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രവേശിപ്പിക്കണമെങ്കിൽ അതിൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്ന് നമുക്കറിയാം. വിദ്വേഷം, പക, അസൂയ, അശുദ്ധി മുതലായ സ്വഭാവങ്ങൾ ഹൃദയത്തിൽ വാഴുമ്പോൾ യേശുവിനെ അതിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ അതൊക്കെയും പുറത്താക്കിക്കൊണ്ട് തന്നെ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, പരോപകാരം മുതലായ സദ്ഗുണങ്ങൾക്കൊക്കെ അവിടെ സ്ഥാനം നൽകണം. നമ്മുടെ ഉള്ളിലെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ജീവിതത്തിലേക്ക് ക്രിസ്തുവിനെ സ്വാഗതം ചെയ്യുവാനുള്ള ആഹ്വാനമാണ് ക്രിസ്തുമസ് സന്ദേശത്തിൻ്റെ യഥാർത്ഥ പൊരുൾ. ഈ ഒരു വർഷത്തെ ക്രിസ്തുമസ് യഥാർത്ഥമായും ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ ക്രിസ്ത്യാനിയായി, ക്രിസ്തുവിൻ്റെ ഉത്തമ അനുയായിയായി ജീവിപ്പാൻ എന്നെയും നിങ്ങളെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുമസ് നവവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വമെടുക്കുമാറാകട്ടെ. ആമേൻ.